ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു സ്കൂൾ ഡ്രാമയാണ്. ഡ്രാമയുടെ പേര് വിത്ത് യു. അങ്ങനെ സ്കൂൾ തുറന്ന ആദ്യത്തെ ദിവസം ഗംഗങ്ങാണ് അവളുടെ അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങും. അങ്ങനെ ഇവള് അച്ഛൻ്റെ കൂടെ മാത്രമാണ് ജീവിക്കുന്നത്. ഇവളുടെ അച്ഛനമ്മയും ഈ ഇടയ്ക്കായിട്ട് ഡിവോഴ്സ് ചെയ്തേ ഉള്ളൂ. പക്ഷെ അവൾക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവള് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അവൾ പ്രതീക്ഷിക്കാത്ത പോലെ ഗേറ്റിന്റെ ഇടയ്ക്ക് ഇവളുടെ തലയാണെ കുടുങ്ങിപ്പോകും. അങ്ങനെ അപ്പുറത്തെ സൈഡ് ക്യാമറ അറിയാതെ വീണുകൊണ്ട് ഇവൾ എടുക്കാൻ വേണ്ടി പോയതാ. പക്ഷെ ഇപ്പൊ ക്യാമറയും അവളും കൂടെ മൊത്തത്തിൽ ട്രാപ്പായി കിടക്കുക. അപ്പോഴാണ് അവിടേക്ക് വരുന്ന പയ്യനാണ് ഇവളെ കണ്ട് കളിയാക്കി ചിരിച്ചോണ്ട് ഇവൾ ഈ ഗേറ്റിന് നടക്കുന്ന എന്തോ കാണിക്കുന്ന ചോദിക്കുമോ ഇത് കണ്ട് അവളും ദേഷ്യത്തി ഇവൻ മാത്രം ഇങ്ങനെ എളുപ്പത്തി ഈ ഗേറ്റിന്റെ അകത്തോട്ട് വന്നിട്ട് പോയാൻ ചോദിക്കും. അപ്പോഴാണ് അവനും തല ചെറുതാണെങ്കിൽ ഈസി ആയിട്ടൊക്കെ വന്നോന്നറിഞ്ഞ് അവൻ ഇവളായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. ഇവന്റെ പേരാണ് യൂഹുവെ. അതിനേശം അവന് ക്യാമറ എടുത്തു കൊടുത്തിട്ട് ഇവളെ സഹായിക്കാൻ നോക്കുമ്പോഴാണ് അവനെ കൊണ്ട് ഇവള് പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് അവിടേക്ക് വരുന്ന പയ്യന്മാരൊക്കെ ഇവളെ കണ്ടിട്ട് ചിരിച്ചിട്ട് പോകുമ്പം ഇവളാണ് ദേഷ്യത്തി അവന്മാരെയൊക്കെ ചിരിക്കാതെ ഇവിടുന്ന് പോകാൻ പറയും. അതിനേശം യൂഹുവയും ഇനി ഒറ്റ ഒരു വഴിയുള്ളെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഫോർസ് ആ ഗേറ്റ് ചവിട്ടി ഇവളെ അങ്ങ് പുറത്തേക്ക് എടുക്കും. അതിനേശം അവളും എന്തായാലും വേദന എടുത്തെങ്കിലും സഹായിച്ചിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് സ്കൂളിലേക്ക് പോകും. എന്നിട്ട് അവൾ അവിടെ ചെന്നിട്ട് ഇവൾക്ക് ഏത് ക്ലാസ്സാ കിട്ടിയെന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ നോക്കാൻ വേണ്ടി ചെല്ലുമ്പം ഇവളുടെ ഒപ്പം തന്നെ യൂഹയും കാണും. അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരേ സ്കൂളിലാണോ പഠിക്കുന്നതെന്ന് പറഞ്ഞ് അവർ ക്ലാസ് നോക്കുമ്പോഴാണ് രണ്ടുപേർക്കും കിട്ടിയേക്കുന്ന ഒരേ ക്ലാസ് ആണ്. അങ്ങനെ ക്ലാസ് വെച്ച് ഇവളും അവനെ മീറ്റ് ചെയ്യുമ്പം ഇവന്റെ അടുത്ത് ഇരിക്കണ്ടെന്ന് പറഞ്ഞ് വേറെ എങ്ങോട്ടിലൊക്കെ പോകാൻ നോക്കും. പക്ഷെ വേറെ എവിടെ തന്നെ സീറ്റ് കാണത്തില്ല. അതുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നിട്ട് രാവിലെ തൊട്ട് ഒരു പ്രയത്നം പോലെ ഇവളുടെ പോലെ വരുവാണല്ലെന്ന് പറഞ്ഞ് അവനോട് പറയുമ്പം അതേ സെയിം ഡയലോഗ് അവനും പറയുള്ളെന്ന് പറഞ്ഞ് ഇവള് വേണം ഇവിടെ നിൽക്കാൻ പറയും. പക്ഷെ അതിനും ഭേദം അവള് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ആ സീറ്റ് ഇരിക്കാതെ നിൽക്കുമ്പം ആ സമയം തന്നെ ഇവരുടെ ക്ലാസ് ടീച്ചറും വരും. അങ്ങനെ ഇദ്ദേഹവും ആദ്യമായിട്ടാണ് പഠിപ്പിക്കാനൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഗെറ്റപ്പ് ഒക്കെ കണ്ട് പിള്ളേരൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് സാറാണ് അവൾ ഇരിക്കുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന് യൂഹയും അവളുടെ ബാക്കിൽ എന്തോ കുരുപ്പുണ്ടെന്ന് അവനും പറയുമ്പം അവള് നാണം കെട്ട് പെട്ടെന്ന് അവിടെ തന്നെ ഇരിക്കും. അതിനേശം സാറും ഇവരുടെയൊക്കെ ഫിസിക്സ് സാറും പിന്നെ ക്ലാസ് ടീച്ചറാന്ന് പറഞ്ഞിട്ട് അങ്ങേരെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടാൻ പറയുമ്പം യൂഹയാണ് ചാടി എഴുന്നേറ്റ് അവന്റെ പേരും അവന് ഇഷ്ടപ്പെട്ടത് ബാസ്കറ്റ് ബോൾ എന്നൊക്കെ പറയും. ഇത് കേട്ട് അവൾ അടുത്തിരുന്ന് പുച്ഛിച്ചോണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും ഇൻട്രോഡ്യൂസ് ചെയ്തതിനു ശേഷം സാറിന് 6 പേരെങ്കിലും വിളിക്കാണ്ടെന്ന് ചോദിക്കുമ്പം ഗംഗങ്ങാണ് അവളുടെ പേര് വിളിച്ചില്ലെന്ന് പറയും. അപ്പോഴാണ് സാറും ഇവൾ ഈ ക്ലാസ്സിൽ തന്നെയാണെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് എല്ലാവരും കൂടെ ചിരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഒരു സെക്കൻഡ് സാറ് പേജൊക്കെ നോക്കിയിട്ട് ഇവളുടെ പേര് മാത്രം അവസാനമുള്ളതുകൊണ്ട് അത് കാണാൻ മറന്നുപോയതാന്ന് പറയും. അതുകൊണ്ട് ഇവളോട് സോറി അറിഞ്ഞിട്ട് അവൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറയുമ്പം അവളും ഗംഗങ്ങ എന്ന് പറഞ്ഞ് അവൾ ഇതിനു മുമ്പ് പഠിച്ച സ്കൂളിന്റെ പേരൊക്കെ പറയും. അങ്ങനെ ഇത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ ഒന്നിനും കൊള്ളത് സ്കൂളിൽ നിന്ന് എങ്ങനെ ഇവൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് കുറച്ചുപേരൊക്കെ അവളെ കളിയായിക്കൊണ്ടിരിക്കും. അതിനേശം സാറാണ് ഇവർക്കെല്ലാം ഇപ്പൊ യൂണിഫോം തരും എന്ന് പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുമ്പേ ഇവർക്ക് നാളെ മിലിറ്ററി ട്രെയിനിങ് ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് അതിനെല്ലാം റെഡി ആണെന്ന് സാറ് പറയുമ്പം ഇവിടെ ഗംഗങ്ങാണ് എന്തായാലും ക്ലാസ് തുടങ്ങിയതിനു ശേഷം സീറ്റൊക്കെ മാറ്റുമെന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് അവസാനമായിട്ട് ഇരിക്കാൻ പറ്റിയത് അവൾക്ക് സന്തോഷമാണെന്ന് അവൾ ആക്കിയ രീതി സംസാരിക്കും. അപ്പോഴാണ് അവനും സീറ്റ് മാറി അവന് സന്തോഷമുള്ളെന്ന് പറഞ്ഞ് അവനും തിരിച്ച് കളിയാക്കുമ്പം ഇവളാണ് ദേഷ്യത്തി അറിയാതെ ഇവളുടെ ബാഗിന് വരും അവന്റെ ബാഗ് എടുത്തോണ്ട് പോകും. കാരണം ഇവർക്ക് എല്ലാവർക്കും മിലിറ്ററി ട്രെയിനിങ്ങിന് വേണ്ടി ഒരേ ബാഗാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഇരുന്ന ക്യാമറ ഇപ്പൊ ഇവന്റെ അടുത്തുള്ള ബാഗിനകത്താണ് ഉള്ളത്. അതിനേശം അന്ന് രാത്രി ഗംഗങ്ങ അവളുടെ അച്ഛനമ്മയുടെ കൂടെ ഒരുമിച്ച് ഇന്ന് പുറത്ത് ഡിന്നർ കഴിക്കുമ്പം അവളുടെ അമ്മയും ഇവളുടെ പുതിയ സ്കൂളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ചോദിച്ചു മനസ്സിലാക്കും. അങ്ങനെ അവളും എല്ലാം ഓക്കെയാന്ന് പറഞ്ഞിട്ട് ഇവരവിടെ തിരിച്ചിറങ്ങുമ്പോഴാണ് ഇനി ഇതുപോലെ എപ്പോഴും നമുക്ക് ഒരുമിച്ച് വന്ന് അവളുടെ അമ്മയോട് ചോദിച്ചു നോക്കും. അങ്ങനെ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്താലും നിങ്ങൾ ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവൾക്കും അമ്മയുടെ ഒപ്പം തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മയും തിരിച്ചൊന്നും പറയാതെ ഇപ്പൊ ഇവളുടെ അച്ഛൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയും. അതിനേശം വീട്ടിലേക്ക് ഒന്ന് എത്തിയ ഉടനെ ഇവളുടെ അച്ഛനാണ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തോണ്ട് ഇനി കുറച്ച് ദിവസത്തിൽ ഇവൾക്കൊരു ആന്റിയെ പരിചയപ്പെടുത്തി തരാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവൾക്ക് മനസ്സിലായി ഇവന്റെ അച്ഛൻ പുതിയ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന്. അതുകൊണ്ട് അവളും തിരിച്ചൊന്നും പറയാതെ റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവൾ അറിയാൻ വരുന്ന മറ്റവന്റെ ബാഗാണ് ഇവൾ എടുത്തോണ്ട് വന്നേന്ന്. അതുകൊണ്ട് അവളും ദേഷ്യത്തി ഇനി ഇവന്റെ യൂണിഫോം ഇട്ടോണ്ടാണ് ട്രെയിനിങ്ങിന് പോകണ്ടേന്ന് പറഞ്ഞ് അവളോട് വെറുത്തു പോയിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവൾ യൂണിഫോം ഇല്ലാതെ ഇങ്ങനെ പോകുമ്പം എല്ലാരും കൂടെ യൂണിഫോം ഇട്ടായിരിക്കും വരുന്നത്. അപ്പോഴാണ് ഇത് കണ്ട് ഒരു സാറാണ് ദേഷ്യത്തി ഇവൾക്ക് മാത്രം യൂണിഫോം കിട്ടില്ലെന്ന് പറഞ്ഞ് അടുത്തേക്കും ചോദിക്കുമ്പം അവൾ യൂണിഫോം കയ്യിലുണ്ടെന്ന് പറയും. പക്ഷെ അവന്റെ ആയതുകൊണ്ട് ഇടാൻ പറ്റാതിരിക്കുമ്പം ഇത് കേൾക്കുന്ന സാറും യൂണിഫോം ഉണ്ടായിട്ടും നീ എന്തുകൊണ്ട് അത് ഇട്ടോണ്ട് വരാത്ത ഇനി ഞാൻ നിന്നെ കെഞ്ചണോ നീ ആ യൂണിഫോം ഇടാൻ വേണ്ടി മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ പോയി ചേഞ്ച് ചെയ്യ് എന്നിനെ സാറും ദേഷ്യത്തെ അവളെ പറഞ്ഞയക്കും. അപ്പോഴാണ് അടുത്തായിട്ട് യൂഹ ഇതേപോലെ യൂണിഫോം ഇടാ തരുന്നത്. ഇത് കണ്ട് സാറും എടാ നിനക്കെന്തോടാ ഇനി എത്ര പേരുണ്ടോ ഇങ്ങനെ ക്യൂയില് എന്നിന് സാറും അവരുടെ ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ എല്ലാവരും ബാഗ് ചെക്ക് ചെയ്തോണ്ടിരിക്കും ഇവിടെ അലൗഡ് അല്ലാത്ത സാധനങ്ങളൊക്കെ ഇവര് കൊണ്ടുവന്നിട്ടുണ്ടോന്ന്. അങ്ങനെ പാൻ സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സാറ് പിടിച്ച് വാങ്ങിച്ചു വെക്കുമ്പം അവിടെ ഷൗമോ എന്ന് പറഞ്ഞ ഒരുത്തന്റെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ബുക്കൊക്കെ കാണും. ഇത് കാണുന്ന സാറും ഇതിനകത്ത് എന്തോടെ ഫുള്ളും പെണ്ണുങ്ങളുടെ ഫോട്ടോ ആണല്ലോ എന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ തന്നെ പനിഷ്മെന്റ് ആയിട്ട് സ്റ്റോറേജ് റൂം ചെന്ന് ക്ലീൻ ചെയ്യാൻ പറയുമ്പം അവനാണ് ഒറ്റയ്ക്ക് തന്നെ എല്ലാം ക്ലീൻ ചെയ്യണം ചോദിക്കും. ഇത് കേൾക്കുന്ന സാറും ഒറ്റയ്ക്കല്ലാടാ ഞാനും കൂടെ വരാം വേണേ വേറെ
കുറെ സാറന്മാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ വിളിക്കട്ടെ. എന്നതിന് സാർ അടുത്തായിട്ട് ഗംഗങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അവള് ദേഷ്യത്തി യൂഹയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന സാറും ഇവളുടെ ബാഗിനകത്ത് വല്ലതും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് സാറ് തുറന്നു നോക്കുമ്പോഴാണ് അതിനകത്തൊരു ടേപ്പ് ഇരിക്കുന്നുണ്ട്. ഇത് ഇങ്ങർക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് ചോദിക്കും. അപ്പോഴാണ് യൂഹയും അത് അവന്റെ ആന്ന് പറയാൻ വേണ്ടി കൈവെക്കുമ്പോൾ ഇവളുടെ ഡ്രസ്സാണ് കീറിപ്പോകും. ഇത് കണ്ട് അവളും മതി ദേഷ്യപ്പെട്ടിട്ട് അപ്പൊ തന്നെ ഇവ രണ്ടുപേരും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും ഇവളുടെ ക്യാമറ ആണെങ്കിൽ അവന്റെ പാട്ട് കേൾക്കുന്ന വാൾക്ക്മാൻ തിരിച്ചു കൊണ്ടുവരാൻ പറയും. അതിനുശേഷം അവള് സല്യൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇവളുടെ ഡ്രസ്സ് കീറി കിടക്കുന്നുണ്ട്. അവൻ അവിടെ ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവല്ല റെസ്റ്റ് എടുക്കുന്ന സമയം നോക്കി അവൾ അവന്റെ ഇരിക്കുന്ന ക്യാമറ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടേക്ക് വരുന്ന അവനാണ് ക്യാമറ അന്വേഷിക്കുകയാണ് അത് അവന്റെ തന്നെ ഇരിക്കാന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് ഈ ക്യാമറ ആണ് അവന്റെ വാൾക്ക്മാൻ സ്റ്റോറേജ് റൂമിൽ നിന്ന് എടുത്തുതരാൻ വേണ്ടി പറയും. അതിനുശേഷം കഴിക്കുന്ന സമയത്ത് ഇവൾക്ക് കിട്ടാതെ മീറ്റ് എല്ലാം കൂടെ അവൻ വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ അവസാനം അവള് വിഷമിച്ച് അവിടെ ചോറ് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്നിരിക്കുന്ന വേറൊരു പയ്യനാണ്. ഒരേ ക്ലാസ്സിലായതുകൊണ്ട് അവൻ ഇവൾക്ക് മീറ്റ് തരാന്ന് പറഞ്ഞ് ആ ഫുഡ് ഷെയർ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ജലസായി യൂഹയാണ് ഇവനെ സാർ അന്വേഷിച്ചായിരുന്നു പറഞ്ഞ് അവൻ അപ്പൊ തന്നെ പറഞ്ഞേക്കും. എന്നിട്ട് അവൻ ആ മീറ്റൊക്കെ എടുത്തിട്ട് ഇവൾക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവളുടെ ഫ്രണ്ടിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊന്നും ഇത് കണ്ടിട്ട് കൊതി വരുന്നില്ലെന്ന് പറയും. അതിനെ ഇവരിങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടെ പാൻ സാറിനെ കണ്ടിട്ട് ഇവനും ഇവന്റെ വാൾക്ക്മാൻ തിരിച്ചുകൊണ്ടുവരാത്തോണ്ട് അവൻ ക്യാമറ സാറിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ പോകുന്ന പറയും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് ഇന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇവൻ ഓക്കെ പറയും. അതിനേശ് ഇവിടെ ഗേൾസ് എല്ലാരും കൂടെ ഇരുന്ന് പഠിക്കാനാണോ വന്ന് അല്ലെ സോൾജർ ആകാനാണോ വന്നേന്ന് പറഞ്ഞ് അവരൊക്കെ മുതൽ ടയേർഡായിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ബീറ്റാന്ന് പറഞ്ഞൊരുത്തിയും ഇവരൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതനുസരിച്ച് ഗേൾസ് എല്ലാരും കൂടെ ബോധം കെട്ടി വീഴുന്ന പോലെ ഇങ്ങനെ ആക്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇത് അടുത്തിരുന്ന് കാണുന്ന യൂഹയാണ് ആക്ടിംഗ് എന്ന് പോരെന്നറിഞ്ഞ് അവളുടെ മുട്ടിയടിച്ച് അവൾ തറയെ വീഴ്ത്തും. അതിനുശേഷം അവൾ ആ ചാൻസ് മുതലെടുത്ത് അവൾക്ക് വയ്യെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ചേർന്ന് എല്ലാരും കൂടെ അവർക്കും വയ്യെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവിടുത്തെ ഓഫീസറും ഗേൾസ് മാത്രം ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവരൊക്കെ സന്തോഷത്തി പരസ്പരം പരിചയപ്പെടുത്തുമ്പോഴാണ് മറ്റവളുടെ പേര് ബീറ്റ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ ഉള്ളത് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാന്ന് പറയും. അങ്ങനെ ഗംഗങ്ങായിട്ട് അവർ രണ്ടുപേര് പരിചയപ്പെടുമ്പോഴാണ് ഇവൾ ആ സമയം നോക്കി അവന്റെ വാൾക്ക്മാൻ തിരിച്ചെടുക്കാൻ വേണ്ടി സ്റ്റോറേജ് റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് ആ റൂമിൽ ഒരു പയ്യൻ ട്രെയിനിങ് ഒന്നും ചെയ്യാതെ ഉറങ്ങി കിടക്കുന്നതായിട്ട് കാണിക്കുന്നത്. അവന്റെ പേര് ലൂഷ്യൻ ഹെ. അങ്ങനെ ഇവൾ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ട് അവൻ അടുത്തേക്ക് വന്ന് ഇവൾ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അപ്പം തന്നെ പേടിച്ച് സ്ഥലം വിടും. അങ്ങനെ അതിനുശേഷം പാൻസാറാണ് ഇവരെല്ലാം പൊക്കിയിട്ട് ഗേൾസ് ഒക്കെ നല്ല വമ്പൻ ആക്ടിങ് ചെയ്തതെന്ന് അങ്ങേർക്ക് പിടിയിട്ടും. അതുകൊണ്ട് സാർ ഇതൊക്കെ ആരാ സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ തന്നെ ബീറ്റ് അവൾ തന്നെയാന്ന് പറയാൻ വരും. പക്ഷെ വേറെ ചിലവരൊക്കെ ഗംഗങ്ങാന്ന് പറഞ്ഞ് അവൾക്ക് പാരവെച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് സാറ് ദേഷ്യത്തി അവൾ എന്തേന്ന് പറഞ്ഞ് തിരക്കുമ്പം അവിടേക്ക് വരുന്ന അവളാണ് എന്തോ ഭക്ഷണം എന്ന് പറഞ്ഞ് സാറിനോട് ചോദിക്കും. അപ്പോഴാണ് സാറും പ്രശ്നമൊന്നുമില്ല ഇങ്ങുവാ, എല്ലാവർക്കും തവളച്ചാട്ടം അറിയാലോ, എങ്കിൽ പിന്നെ ഞാൻ പറയുന്നവരെ തവളച്ചാട്ടം ചാടിക്കും എന്നിന് സാറ് പനിഷ്മെന്റ് കൊടുത്തയക്കുമ്പം അതിനുശേഷം ബീറ്റയാണ് മറ്റേ പെമ്പിളരോടൊക്കെ ദേഷ്യത്തി ഇവൾ ഐഡിയ പറഞ്ഞപ്പോ ആരും എതിർക്കാതിരുന്നിട്ട് ഇപ്പൊ എന്തിനാ ഗംഗങ്ങിനെ മാത്രം ഇങ്ങനെ പാരച്ചു കൊടുത്തേന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടൊക്കെ പോകും. അങ്ങനെ അന്ന് രാത്രി ഷൗമയാണ് യൂഹയെ കാണാൻ വേണ്ടി വരും. കാരണം ഇവ രണ്ടുപേരും മുമ്പേ ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവന്മാരിപ്പോ രണ്ടുപേരും വേറെ ക്ലാസ്സിലാണ്. അതുകൊണ്ട് ഷൗമവും അവന് ബോറടിക്കുമെന്ന് പറഞ്ഞ് വല്ലതും കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് യൂഹയും നിനക്ക് ബാത്റൂമിൽ തന്നെ ഒന്ന് ഇതൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞ് അവന് പെടുത്തിട്ട് തരാന്ന് പറയും. ഇതേ സമയം ഗംഗങ് പുറത്തുള്ള ഫോൺ യൂസ് ചെയ്ത് അവളുടെ അമ്മയെ വിളിച്ച് സംസാരിക്കും. കാരണം മറ്റേ പെമ്പിള്ളേരൊക്കെ ഇവളോട് ഇഷ്ടപ്പെടാതെ പാര വെച്ചേക്ക് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ അതൊക്കെ മറക്കാൻ വേണ്ടി അവളുടെ അമ്മയോട് സംസാരിക്കുമ്പോഴാണ് അവളുടെ അമ്മയാണ് വർക്ക് കുറച്ച് ബിസിയാന്ന് പറഞ്ഞ് അവർ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതിനേശം ഇവളും കുറച്ച് സങ്കടത്തിലൊക്കെ അവിടെ നിന്ന് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്ക് അവിടെ നിന്ന് തീ കത്തുന്ന പോലെ സൗണ്ട് കേൾക്കും. അതുകൊണ്ട് അവൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ യൂഹി അവന്റെ കൂട്ടാനും കൂടെ അവിടെ നിന്ന് എന്തോ ചുട്ട് കഴിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവള് ഷോക്കായി ഇവന്മാരുടെ എന്തോ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇപ്പൊ തന്നെ സാറിനോട് പറയാൻ പോകാന്നറിയും. അതോടെ അവന്മാരുടെ പേടിച്ചിട്ട് പറഞ്ഞ പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് അവന്മാർ ഇവളെ തടഞ്ഞിർത്തുമ്പോൾ അവളും ക്യാമറ എന്ന ഇവൾ ആരോടും പറയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവൻ മൈൻഡ് ചെയ്യാതെ വേണേ പറഞ്ഞോന്ന് പറഞ്ഞ് ദേഷ്യത്തിലേക്ക് ഇരിക്കുമ്പോൾ മറ്റേ ഷൗമയായിരിക്കും ഇവൾക്കും കഴിക്കാൻ വേണ്ടി ഇവന്മാർ ചുട്ടെടുത്ത് ആ ഫുഡ് ഇവൾ കൊടുക്കുന്നത്. അങ്ങനെ ഇവളും കൂടെ ഇപ്പൊ കൂട്ടായെന്ന് പറഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഗംഗങ് ഇവന്മാർ രണ്ടുപേരും കണ്ട് ഇവന്മാർ രണ്ടുപേരും നല്ലോണം പഠിക്കുന്ന എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവന്മാരെന്ത് ഇങ്ങനെ സാറുമാരെ അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന്മാർ രണ്ടുപേരും കൂടെ എന്നും പറഞ്ഞ് ഫുൾ ടൈം പഠിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, അവന്മാർക്കും ടൈം പാസ് ഒക്കെ ആണെന്ന് പറഞ്ഞ് അവന്മാരും പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഇരിക്കുന്ന ഫുഡെല്ലാം തീർന്നു പോകും. അതിനേശം അവനും കുറച്ചും കൂടെ മരിച്ചിന്ന് പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ് അവന്മാർ രണ്ടുപേരും തീയാണെ നോക്കിക്കോളാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകും. പക്ഷെ ഇതേ സമയത്താണ് രാത്രി സാറുമാര് എല്ലാരും കൂടെ ട്രെയിനിന് വിളിച്ചെടുത്തുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉറങ്ങാത്ത സിറ്റുവേഷനൊക്കെ വരുമെന്ന് പറഞ്ഞ് അവർക്ക് പാടെടുത്തോണ്ടിരിക്കുമ്പം എല്ലാരും കൂടെ അവിടെ തീ കത്തുന്ന കാണും. അങ്ങനെ അതുകൊണ്ട് സാറുമാരാണ് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഗംഗങ് മാത്രം ഒറ്റയ്ക്ക് ആ തീയാണയാൻ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം പാൻസാർ ഇവളെ പൊക്കിയിട്ട് ഇവൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞ് അവളെ കുറെ വഴക്കുറയുമ്പം
അവളാണ് ചെയ്ത് തെറ്റാന്നറിഞ്ഞ് സാറിനോട് സോറി പറയും. ഇത് കേൾക്കുന്ന സാറും, നിന്റെ സോറി ഞാൻ എത്ര പ്രാവശ്യം കേൾക്കണം? ഇന്ന് രാവിലെ തൊട്ടേ നീ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക. ഇനി പറ, ഇപ്പൊ നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിന് എന്നിനെ സാറ് ചോദിക്കുമ്പം അവിടേക്ക് ഒന്ന് യൂഹയാണ് അവൻ ആ തീ കത്തിച്ചെന്ന് പറയും. അങ്ങനെ വിശന്നുകൊണ്ട് അവൻ ചുട്ട് കഴിച്ചാന്ന് പറയുമ്പം സാറും ദേഷ്യത്തി ഇവ രണ്ടേരും രാത്രി ഫുൾ ഉറങ്ങാതെ ആ സ്റ്റോറേജ് റൂം ഒന്നും കൂടെ ചെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ഇവ മാത്രം തീ കത്തിച്ചോള് ഇവൾക്കൊരു പങ്കില്ലെന്ന് പറയുമ്പം സാർ അതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേർക്കും കൂടെ പനിഷ്മെന്റ് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ അവർ പനിഷ്മെന്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഗംഗങ് സാറ് വഴക്കുറഞ്ഞേക്ക് ഓർത്ത് നോക്കി അവൾ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. ഇത് കണ്ട് അവൻ അടുത്തേക്ക് വന്ന് ഇതൊരു ചെറിയ പനിഷ്മെന്റ് അല്ലെന്ന് പറഞ്ഞ് ഇതിനെന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും പറയാതെ അവിടെ നിന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. ഇത് കണ്ട് അവനും ഇവളുടെ ക്യാമറയാണ് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് ആ റൂം ഫുള്ളും ക്ലീൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവനും ക്ലീൻ ചെയ്തിട്ട് വന്നിരിക്കുമ്പോഴാണ് ഇവളെന്തിനെ സഹായിച്ചേ ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നെ ഇങ്ങനെ കരഞ്ഞ് മൂങ്ങിക്കൊണ്ടിരുന്ന ആര് ഈ ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവന് തിരിച്ചു ചോദിക്കുമ്പം ഇവളാണ് അതിനെ കുറിച്ചല്ലേ ചോദിച്ച് സാറ് പൊക്കിയപ്പോ ഇവനായിട്ട് എന്തിനാ ഇവള് ഹെൽപ്പ് ചെയ്യാൻ വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവള് മണ്ടി ആയതുകൊണ്ട് അവൻ ഹെൽപ്പ് ചെയ്യാൻ വന്നേന്ന് പറയുമ്പം ഇവള് കുറച്ചെങ്കിലും ധൈര്യത്തിൽ ആ തീ കത്തിച്ച് ഇവന്മാരാന്ന് പാലോച്ച് കൊടുത്താൽ പോലും ചോദിക്കും. അങ്ങനെ എന്തായാലും ആ ഷൗമ തെണ്ടി മാത്രം നൈസനങ്ങ് രക്ഷപ്പെട്ട് കുഴപ്പമില്ല, ഞാൻ ഒരു സാധനം കൊണ്ട് ചെലവേപ്പിക്കും എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇവളാണ് ഇവന്റെ വാൾട്ട്മാൻ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ് അത് കണ്ടെത്താന്ന് പറയും. അപ്പോഴാണ് അവനും അതൊക്കെ അവൻ എപ്പോഴും എടുത്തെന്ന് പറഞ്ഞിട്ട് ഇവള് പാട്ട് കേൾക്കുന്നോന്ന് ഇവൾക്കും കൂടെ ഹെഡ്സെറ്റ് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ പാൻസാറാണ് ഇങ്ങേറെ ട്രൗസർ ആരാ ആ ഫ്ലാഗിന്റെ അവിടെ കെട്ടിയിട്ടെന്ന് പറഞ്ഞ് സാർ അവളും ദേഷ്യപ്പെടുമ്പം ഇത് കണ്ട് എല്ലാവരും കൂടെ അത് കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം സാറാണ് ഇവരെല്ലാരും വിളിച്ചു വരുത്തിയിട്ട് ഒരു സാറിനെ നാണം കെടുത്തുന്ന എന്തൊരു ശീലമാന്ന് പറഞ്ഞ് എല്ലാരും കൂടെ വഴക്കുറയും. അങ്ങനെ സാറ് പറയുന്നതൊക്കെ ശരിയാണ്. ഒരു സാറ് നമ്മൾ എത്ര വഴക്കുറഞ്ഞാലും അദ്ദേഹത്തിന്റെ ട്രൗസറൊക്കെ പിടിച്ചിങ്ങനെ ഫ്ലാഗ് ഇടുന്ന സ്ഥലത്ത് കെട്ടിയിട്ടൂടാ. അങ്ങനെ അതുകൊണ്ട് സാറൊക്കെ ഇവരോട് ദേഷ്യത്തിരിക്കുമ്പം ഒറ്റൊരുത്തിനും സമ്മതിച്ചു കൊടുക്കത്തില്ല അതാരാ ചെയ്തേന്ന്. അതുകൊണ്ട് തന്നെ പാൻസാറും എല്ലാരും കൂടെ എങ്കിൽ പിന്നെ തവളച്ചാട്ടം ചാടിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് പനിഷ്മെന്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ആ ലൂഷ്യൻ ഹേ ആണ് അവൻ ആ സ്റ്റോറേജ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്തിനാ ഇത്ര ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആ തുണി എടുത്ത കമ്പയുടെ മുകളിലേക്ക് എറിഞ്ഞെന്ന് പറഞ്ഞ് അവൻ സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറയുമ്പം ഇത് കേട്ട് സാറാൻ അടുത്തേക്ക് വന്നിട്ട് അവന് മിണ്ടായിരിക്കാൻ പറയും. അതിനുശേഷം ഇവനും ഇവരെയൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ അവിടെ ചിരിച്ചോണ്ടിരിക്കുമ്പം സാറാണ് ചിരിക്കാതെ അയാളുടെ ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഇവരോരോരുത്തരും ഇങ്ങനെ ബോർഡും പിടിച്ച് നിൽക്കുന്ന കുറെ ലേറ്റ് ആകുമ്പം യൂഹയാണ് ഗംഗങ് ഇങ്ങനെ വയ്യായിരിക്കുന്നുണ്ട് അവന് സാറിനെ വേണേ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഇങ്ങനെ ഓരോ പൊസിഷനിൽ നിന്ന ഇവരെ കറക്റ്റ് മാച്ചിങ് ആയിട്ട പേര് കാണിക്കാൻ വർഷക്കണക്കിനാന്ന് പറയുമ്പം സാറാണ് ദേഷ്യത്തി ഇവൻ ചുമ്മാ വാച അടിച്ചോണ്ടിരിക്കാതെ പോയി ചെന്ന് അവിടെ നിൽക്കാൻ പറയുമ്പം യൂഹയാണ് അവൻ പെട്ടെന്ന് തന്നെ എല്ലാരും പൊസിഷനിലാക്കിയ സാർക്കും നല്ലതല്ലെന്ന് പറഞ്ഞ് ഒരു ശിവനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവൻ എന്ത് പനിഷ്മെന്റ് എന്നാലും അവനെ ചെയ്യാന്ന് പറയും. അങ്ങനെ കൂടുതലുള്ള സീനിയേഴ്സ് ഒക്കെ അവനൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടി പറയുമ്പം സാറ് ഇവൻ കറക്റ്റ് ആയിട്ട് നിർത്തിയില്ല ഇവന് പനിഷ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പറയും. ഇതേക്കുന്ന അവനും എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുവാണ് ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും റെസ്റ്റ് തരുമെന്ന് ചോദിക്കുമ്പോൾ സാറ് 1 മണിക്കൂറുള്ളിൽ ഇവൻ ചെയ്തു തീർക്കുവാണ് ഇവന് റെസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിന്റെ അടുത്ത സെക്കൻഡ് യൂഹ ഇവർക്കെല്ലാം ഏത് പൊസിഷനിലാണ് നിൽക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. ഇതേ സമയം ഓഫീസ് റൂമിൽ ഇരുന്ന് ലൂഷ്യൻ ഹേയും പുറത്ത് എന്തോ നടക്കാൻ നോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ കിടന്ന പാൻസാറാണ് പേടിച്ചിട്ട് ഇവൻ ചാകാൻ പോവെന്ന് വിചാരിച്ച് ഇത് അത്രയ്ക്കൊരു സീരിയസ് അല്ലെന്ന് പറഞ്ഞ് അവനെ സമാനപ്പെടുത്താൻ നോക്കും. അപ്പോഴാണ് അവനാണ് സാറിനെ കണ്ടിട്ട് അവൻ ചെയ്ത തെറ്റാൻ സമ്മതിച്ചു കൊടുത്ത് അവൻ ഇപ്പൊ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറയും. ഇതേക്കുന്ന സാറാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ് എന്തോ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇവന് പഠിക്കാനും താല്പര്യമില്ലെന്ന് ചോദിക്കും. അങ്ങനെ ഇവന്റെ അച്ഛൻ കഷ്ടപ്പെട്ട ഇവനോട് പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അവനാണ് ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൻ എന്തുകൊണ്ടാ പോകാൻ സമ്മതിക്കാത്തെന്ന് ചോദിക്കും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ യൂഹയാണ് അവിടേക്ക് വന്നിട്ട് അവൻ അതിനും എല്ലാം റെഡിയാക്കി പറയും. അപ്പോഴാണ് അവിടേക്കൊന്ന് സാറാണ് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞ് സാർ ഒരു ഷോക്കായൊക്കെ നോക്കുമ്പോൾ അവന്റെ ടാലന്റിനെ മനസ്സിലാക്കും. പക്ഷെ എന്നും പറഞ്ഞ് ഒരു സാറിന് ഇങ്ങനെ ചലഞ്ച് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവൻ അഡ്വൈസ് കൊടുക്കുമ്പം അവനാണ് ഇനി ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് സന്തോഷത്തിരിക്കും. അങ്ങനെ യൂഹ കാരണം തന്നെ ഇവർക്ക് ആർക്കും ഉച്ചയ്ക്ക് ശേഷം ട്രെയിനിങ് ഇല്ല. അതുകൊണ്ട് ഇവല്ല സന്തോഷത്തിൽ അവിടുത്തെ ബീച്ചിൽ നിന്ന് അടിച്ചു കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ടൈം പാസിന് അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് യൂഹയും ഗംഗങ്ങിനും കൂടെ ഒരു ടാസ്ക് കിട്ടും. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കി ആദ്യം ആരാണ് ചിരിപ്പിക്കുന്നത് ആ ചിരിച്ച വ്യക്തിയെ ഇവർക്ക് ചെവിയിൽ നുള്ളി പനിഷ്മെന്റ് കൊടുക്കാൻ പറയും. അതുകൊണ്ട് ഇവർ രണ്ടു പരസ്പരം നോക്കി ചിരിപ്പിക്കാൻ നോക്കുമ്പോ തന്നെ ആദ്യം അവൻ തന്നെ ഇവളെ കണ്ടങ്ങ് പൊട്ടിച്ചിരിക്കും. അതിനുശേഷം പനിഷ്മെന്റ് ആയിട്ട് ഇവന്റെ ചെവി പിടിച്ച് നുള്ളുമ്പോഴാണ് അവന് വേദന സഹിക്കാൻ പറ്റാതെ അത്രയ്ക്ക് വേദനിപ്പിച്ചോടി എന്ന് പറഞ്ഞ് അവന് സൈലന്റ് ആയിട്ട് അവിടെ ചെന്നങ്ങിരിക്കും. അപ്പോഴാണ് അവനും അവളുടെ ക്യാമറ തിരിച്ചു കൊടുത്തിട്ട് ഇനി ഇവനോട് ദേഷ്യമൊന്നുമില്ലല്ലോ ചോദിക്കുമ്പോൾ അവൾ എല്ലാ ദേഷ്യം ഇതോടെ തീർന്നറിഞ്ഞ് അവനോട് സമാധാനമാകും. അതിനുശേഷം ഇവരുടെ ക്ലാസ് ടീച്ചർ അവിടേക്ക് വരുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ സാറിനും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് സാറും സംസാരിക്കുവാണ് നാളെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഉണ്ട് അതുകൊണ്ട് അത് മറക്കല്ലേ, നിങ്ങൾ എത്രമാത്രം പഠിക്കുമെന്ന് എല്ലാവർക്കും അപ്പം മനസ്സിലാവും എന്തിനാ സാറും പറയുമ്പം ഇവിടെ ഗംഗങ്ങാണ് മിക്കാറും ഇത് ഇവളെ കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയാന്ന് പറഞ്ഞ് അവളെ ലാസ്റ്റ് വാങ്ങിക്കാൻ പോന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അടുത്തിരുന്ന അവനാണ് ഇവൾക്ക് പഠിക്കാൻ പാടാണ് എങ്കിൽ പിന്നെ ഇവന്റെ കൂടെ ഇരുന്ന അവൻ ഇവളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവളും പെടുന്ന സന്തോഷത്തിലാകും. അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് ഇവളും പഠിച്ചു നോക്കുമ്പം അവൾക്ക് അവസാനം ഉറക്കം വന്ന് അവളവിടെ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവളും പരീക്ഷയ്ക്ക് ഇന്നലെ ഉറങ്ങിപ്പോയതുകൊണ്ട് ഒന്നും പഠിച്ചില്ലെന്ന് ഇവൾ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് കണ്ട്
എന്നിട്ട് സാറും ആൻസർ അറിയത്തില്ലെന്ന് പറഞ്ഞ് ചുമ്മാ മുകളിലൊക്കെ നോക്കാതെ ക്വസ്റ്റ്യനൊക്കെ ഒന്നും കൂടെ വായിച്ചു നോക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന യൂഹയാണ് അടുത്തിരുന്ന് അവന്റെ ആൻസർ ഷീറ്റ് ഇവൾ കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് അവളാണ് സന്തോഷത്തി അവന്റെ നോക്കി എഴുതിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് പാൻ സാറാണ് അവിടേക്ക് വരും. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ പേടിച്ചിരിക്കുമ്പം പുറത്ത് ലൂഷ്യൻ ഹെ പാട്ടുപാടി വരുന്നുണ്ട്. സാറാണ് പുറത്തേക്ക് ചെന്ന് അതിനു മുമ്പ് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ ചോദിക്കും. പക്ഷെ അവനാണെന്ന് മൈൻഡ് ചെയ്യാതെ എന്തിനാ വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് അവന് കൂളായിട്ട് പുറത്തേക്ക് പോകും. ഇതേ സമയം ബീറ്റയാണ് അവള് ഡൈസ കൊണ്ടുവന്നിട്ട് അത് ഉരുട്ടിയിട്ട് ഓരോ ഓപ്ഷൻ ചൂസ് ചെയ്തോണ്ടിരിക്കുക. അതിനുശേഷം പരീക്ഷ കഴിഞ്ഞ് ഇവിടെ എല്ലാരും ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പം ഇത് കണ്ട് അവളാണ് പേടിച്ചിട്ട് അപ്പൊ തന്നെ സ്ഥലം വിടും. എന്നിട്ട് ഇവളുടെ അച്ഛൻ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞ ആ ലേഡിയെ ചെന്ന് ഇവള് മീറ്റ് ചെയ്യുമ്പോഴാണ് അവരാണ് ഗംഗങ്ങനെ കണ്ട് സന്തോഷത്തി അവരുടെ മകന് ഇതാ ഇനി തൊട്ട് ഇതിന്റെ ചേച്ചി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അവർക്ക് ഗംഗങ്ങിനോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട്. അതിനുശേഷം അവിടേക്ക് വരുന്ന അച്ഛനും ഇത് ആന്റി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗംഗങ്ങിന് കൂടെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവര് സ്വന്തം മോനേക്കാളും ഗംഗങ്ങിന് കുറച്ച് സ്നേഹമൊക്കെ കാണിച്ച് അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോഴാണ് അവളത് വാങ്ങിച്ചിട്ട് അവൾ തിരിച്ച് അവളുടെ അനിയന് തന്നെ കഴിക്കാൻ കൊടുക്കും. എന്നിട്ട് ഇപ്പോ ഇന്നലെ ഇത് ടെസ്റ്റ് പേപ്പറിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ഗംഗങ്ങും ക്ലാസ്സിനകത്ത് പോകാൻ പേടിച്ച് അവൾ ഗേറ്റിന്റെ അവിടെ തന്നെ നിൽക്കും. ഇത് കാണുന്ന സീനിയറും അകത്തേ കയറിയില്ല പിന്നെ മോൾക്ക് പനിഷ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞ് അവൾക്ക് വാണിംഗ് കൊടുക്കുമ്പോൾ ഇവളും പരീക്ഷയ്ക്ക് പൊട്ടിയ എന്തായാലും സ്കൂളിൽ നിന്ന് ഇവളെ പുറത്താക്കും എന്നറിയും. ഇതേക്കുന്ന സീനിയറാണ് ചിരിച്ചിട്ട് അതൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്ന് പറഞ്ഞ് അത്രയ്ക്ക് സീനൊന്നുമില്ലെന്ന് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അവള് സമാനത്തി ഇവരെ കാണാൻ ലുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഗംഗയും ക്ലാസ്സിലേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ പുറത്ത് ബീറ്റാണ് പേടിച്ചിട്ട് എന്തായാലും റിസൾട്ട് വരുമ്പോൾ ഇവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്നറിയും. അപ്പോഴാണ് ഇതേക്കുന്ന ഗംഗങ്ങും അതൊക്കെ ചുമ്മാ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഇവരൊന്നും പുറത്താക്കത്തില്ലെന്ന് പറയുമ്പോൾ മറ്റവളാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, ഇതൊരു പ്രാന്തൻ സ്കൂളെന്ന് വേണം പറയാം. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു പെങ്കൊച്ച് മാർക്ക് കുറവാന്ന് പറഞ്ഞ് ബിൽഡിങ്ങിൽ നിന്ന് എടുത്തു ചാടി. അതോടെ ഗംഗങ്ങാണ് പേടിച്ചിട്ട് ഇതൊക്കെ ആര് പറഞ്ഞെന്ന് അവൾ ചോദിക്കുമ്പം അവൾ എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് എന്തായാലും അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പോകുന്ന അറിയും. പക്ഷെ ചത്താലും നമുക്ക് ഒരുമിച്ച് ചാകാൻ ഗംഗങ്ങെന്ന് പറഞ്ഞ് അവളിപ്പോ ധൈര്യത്തോടെ അവളെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി ചെല്ലും. അങ്ങനെ ഇവരുടെ ക്ലാസ്സിലാണ് ഇപ്പൊ സീറ്റ് എല്ലാം സാറുമാരെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് ഗംഗങ്ങളുടെ സീറ്റൊക്കെ നോക്കുമ്പോൾ ഇവിടെ ബീറ്റയ്ക്ക് അവളുടെ കൂട്ടുകാരിയുടെ തൊട്ടടുത്തതിന് സീറ്റ് കിട്ടും. അതുകൊണ്ട് അവരവിടെ സന്തോഷിച്ചിരിക്കുമ്പോൾ അവരെ സ്കൂളിൽ നിന്നും പുറത്താക്കില്ലെന്ന് ഉറപ്പായി. അങ്ങനെ ഇവരുടെ പുറകെ തന്നെ ഗംഗങ്ങ് ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് സീറ്റിനകത്ത് നമ്മുടെ പേരുള്ളതുകൊണ്ട് നമ്മളെ സ്കൂളിൽ നിന്ന് പുറത്താക്കത്തില്ലെന്ന് അവരൊക്കെ ധൈര്യത്തിരിക്കുമ്പോൾ ഗംഗങ്ങിന്റെ അടുത്തിരിക്കുന്ന പെങ്കൊച്ചാണ് ഇവരൊക്കെ മിണ്ടാവുന്ന അടങ്ങിയിരിക്കാന്ന് പറഞ്ഞ് അവൾ കുറച്ച് ജാടയെ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അവള് ക്ലാസ്സിൽ 4ാമത്തെ റാങ്കാണ് വാങ്ങിച്ചത്. പക്ഷെ ഇവര് 3 പേരും പഠിക്കത്തില്ല. അതുകൊണ്ട് അതിന്റെ ഒരു ഷോ ഒക്കെ ഉണ്ട്. അതിനുശേഷം ക്ലാസ്സിലേക്ക് വരുന്ന യൂഹയാണ് അവന്റെ സീറ്റ് ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. ഈ സീറ്റൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവന് മനസ്സിലാക്കും മാർക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. അതുകൊണ്ട് അവനും ഗംഗങ്ങിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റാത്തത് അവൻ കുറച്ച് അപ്സെറ്റ് ആവും. അതിനുശേഷം അവിടേക്ക് വരുന്ന ക്ലാസ് ടീച്ചറാണ് ആദ്യം കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒപ്പിക്കാൻ പോകുന്നറിഞ്ഞ് ഇവരുടെ ക്ലാസ് ലീഡറായിട്ട് യാൻ ലിയാങ് എന്ന് പറഞ്ഞ ഒരുത്തിനെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുക്കുമ്പോഴാണ് ഗംഗങ്ങിന്റെ അടുത്തിരിക്കുന്ന വെച്ചും അവൾക്ക് ആ സീറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സാറാണ് എവിടെ ഇരുന്ന് എന്തോ എല്ലാം ഒന്നല്ലേന്ന് പറഞ്ഞ് സാർ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ അവളാണ് ഗംഗങ്ങിന്റെ അടുത്തിരുന്ന പിന്നെ അവളുടെ പഠിത്തവും മൊത്തത്തിൽ ഇല്ലാതായി പോകുന്നറിഞ്ഞ് ഇവള് സാറിനോട് പറയുന്നതൊക്കെ അവിടേക്ക് തന്നെ ഗംഗൻ കേട്ടോണ്ടിരിക്കും. അതിനുശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് തന്നേക്കും. പക്ഷെ ഗംഗങ്ങിന്റെ മനഃപൂർവ്വം മറ്റവള് ചുളുക്കി പിടിച്ചായിരിക്കും തന്നേക്കുന്നത്. അതുകൊണ്ട് അവള് ക്ഷമിച്ച് തിരിച്ചൊന്നും പറയാതിരിക്കുമ്പോഴാണ് ഇൻട്രോൾ സമയത്ത് യൂഹി ഇവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇവൾക്ക് ഇവന്റെ അടുത്തല്ല ഇരിക്കാൻ താല്പര്യം ചോദിക്കും. അപ്പോഴാണ് അവളും അവൾക്കൊന്ന് അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇവനാണ് ഫസ്റ്റ് ഡേ ബുക്കിനെന്തോ ഇങ്ങനെ ചുളിങ്ങിയൊക്കെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് ഇവളെന്തോ കൊച്ചു വെച്ചാണെന്ന് ചോദിക്കും. അതിനുശേഷം ഇവളുടെ അടുത്തിരുന്ന കൊച്ചാണ് അവിടേക്ക് വന്നിട്ട് യൂഹെ ഈ തവണ ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിച്ചോണ്ട് അവൻ കുറച്ച് അഡ്വൈസ് ഒക്കെ ഇവൾക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇതേക്കുന്ന അവനും എല്ലാ സമയത്തും പഠിച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്കൊന്ന് ഗെയിമൊക്കെ കളിക്കണമെന്ന് ഇവനും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതേക്കുന്ന അവളാണ് ഇവൻ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് അവന് സീരിയസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഇവനാണ് അവൻ എന്നും ചെയ്യുന്ന കാര്യം ഇവളോട് പറഞ്ഞേ ഉള്ളു, അല്ലാതെ അവൻ എല്ലാ സമയത്തും കുത്തിയിരുന്ന് പഠിക്കത്തില്ലെന്ന് പറയും. എന്നിട്ട് യൂഹയും പോകുന്ന മുമ്പേ തന്നെ അവന്റെ പുതിയ ബുക്ക് ഗംഗങ്ങിന് കൊടുത്തിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ സന്തോഷപ്പെടുന്നത്. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ക്ലാസ്സിൽ വന്നിട്ട് പാൻ സാറും ഇന്നലെ തന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഗംഗങ്ങാണ് ഷോക്കായിട്ട് ഇന്നലെ ഹോംവർക്ക് ഒക്കെ തന്നോന്ന് ചോദിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന ആ കൊച്ചും ഇവള് പുറത്തേക്ക് പോയ സമയത്ത് എല്ലാവർക്കും ഹോംവർക്ക് തന്നെയാന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ പറയാത്തേന്ന് ചോദിക്കും. അങ്ങനെ മനഃപൂർവ്വം ഇവള് പറയാത്തോണ്ട് ആകെ ക്ലാസ്സിൽ ഗംഗങ് മാത്രമേ ഉള്ളു ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാത്ത. അതുകൊണ്ട് സാറ് ഇത് കണ്ടിട്ട് നിനക്ക് ഈ പരിപാടി ഇതുവരെ തീർന്നില്ല, മര്യാദയ്ക്ക് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ പാരന്റ്സിനെ വിളിച്ച് ഇപ്പൊ തന്നെ കാര്യമൊക്കെ പറയും എന്നിനെ സാറ് വഴക്കുറയുമ്പോൾ അവൾക്കാണ് കരച്ചിൽ വരും. കാരണം ഇവള് മനഃപൂർവ്വം ചെയ്യാതെ ഒന്നല്ല, അവളുടെ അടുത്തിരുന്ന കൊച്ചു തരാത്തെയാണ്. അതിനെ ഷിൻഡ്രോൾ സമയത്ത് ബീറ്റി അവളുടെ കൂട്ടുകാരി സങ്ഡങ്ങും കൂടെ ഇനി തൊട്ട് ഇവർ രണ്ടുപേരും ഇവൾക്ക് ഹോംവർക്ക് ഒക്കെ പറഞ്ഞുതരാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തി ഇവർക്ക് താങ്ക്സ് പറയുമ്പം അവരാണ് ഇനി തൊട്ട് നമ്മൾ 3 പേരും കട്ട ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് ഇവരിപ്പോ ഭയങ്കര ക്ലോസ് ആവും. അതിനുശേഷം ക്ലാസ്സിൽ വെച്ച് യൂഹു ആണ് ഗംഗങ്ങിന്റെ അടുത്തിരിക്കുന്ന കൊച്ചിനോട് അവളാണ് ഫ്രണ്ട് ചെന്നിരിക്കാൻ പറയും. അങ്ങനെ താല്പര്യമുണ്ട് അവിടെ ചെന്നിരിക്കുവാണ്. തൊട്ടടുത്ത് ഹങ്ഷോ ഇരിക്കുന്നതിനൊക്കെ ഇവനും പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ ഈ തവണ മാത്രം മാറിത്തരാന്ന് പറഞ്ഞ് അവൾ ഫ്രണ്ടിലേക്ക് ചെന്നിരിക്കും. അതിനുശേഷം അവന് ക്ലാസ് സമയത്ത് ഇവള് ചെയ്യുന്ന ഹോംവർക്ക് കണ്ടിട്ട് ഇവള് ചുമ്മാ
ഫോർമാലിറ്റിക്ക് എന്തേലൊക്കെ എഴുതി വെച്ച് കൊടുക്കാൻ പറയുമ്പോൾ അവളാണ് എന്തോ എഴുതേണ്ടെന്ന് അറിയത്തില്ലെന്ന് അറിയും. അതുകൊണ്ട് അവന് കൂടെ ചെന്ന് ഇവളെ സഹായിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞ് അവന്റെ സീറ്റിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് ഇവളുടെ അടുത്തിരിക്കുന്ന വെച്ചും ആൾക്കാർ ഇന്ന് ക്ലാസ് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഗംഗങ്ങും ഇന്ന് അവളുടെ ദിവസം അല്ലെങ്കിലും മറ്റാൾക്കാരും അവൾ സ്കൂളൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവളുടെ അമ്മ കുറെ സമയമായിട്ട് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്നലെ ഇവള് പുറലത്ത് സീറ്റ് ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവളുടെ സാറിനോടും സംസാരിച്ച് നോക്കട്ടെ ചോദിക്കുമ്പോൾ അവളാണ് പേടിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് അറിയും. അതിനുശേഷം ഇവളുടെ അമ്മയും എങ്കിൽ പിന്നെ ഇനി ഇവൾക്ക് എളുപ്പത്തിൽ സ്കൂളിൽ പോകാൻ വേണ്ടി ഇവൾക്ക് അടുത്തന്നെ ഒരു വീടെടുത്ത് തരാന്ന് പറയുമ്പോൾ അവള് സങ്കടത്തി അമ്മ ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ പോകാൻ പോകണം ചോദിക്കും. അപ്പോഴാണ് അവരും ഇവളെന്തൊക്കെയാ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് അവർ വർക്ക് ബിസി ആയതുകൊണ്ട് ഇവളെ നോക്കാൻ പറ്റാത്തതെന്ന് അറിയും. അപ്പോഴാണ് അവളുടെ അമ്മയോട് അവളുടെ അച്ഛൻ പുതിയൊരു കല്യാണം കഴിക്കാമെന്ന കാര്യം പറയുന്നത്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവർക്ക് ആദ്യമായിട്ട് മാത്സ് സാറും ക്ലാസ് എടുക്കാൻ വരുമ്പം അയാളുടെ പേര് ഫാങ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അപ്പോഴാണ് ഇവരൊക്കെ ഈ ഫാങ് സാറും ക്ലാസ് ടീച്ചറും കൂടെ പണ്ട് തൊട്ട് ഒരുമിച്ചാ പഠിച്ചെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറാണ് കോൺസെൻട്രേഷൻ ചെയ്ത് ആരാട് സംസാരിക്കുന്ന പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് പെട്ടെന്ന് ഗംഗങ്ങിനെ വിളിച്ചിട്ട് അവൾക്കിപ്പോ പഠിപ്പിച്ചതിന്റെ ഉത്തരം പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്തോ പഠിപ്പിച്ചെന്നറിയാതെ പുസ്തകത്തിൽ ഇങ്ങനെ കൈവയ്ക്കും. അപ്പോഴാണ് സാറും അതിന്റെ ഉത്തരം പുസ്തകത്തിലൊന്നില്ലെന്ന് പറഞ്ഞ് അടുത്തായിട്ടുള്ള കൊച്ചിനെ വിളിക്കുമ്പോൾ അവള് പെട്ടെന്ന് അതിന്റെ ഉത്തരം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് അവളും കുറച്ച് വിഷമിച്ചൊക്കെ കഴിഞ്ഞ പരീക്ഷ മാത്രം കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചുകൊണ്ട് അവളെ പുറകെ വന്ന് ഇരുത്തിപ്പിച്ചെന്ന് പറയും. അല്ലെങ്കിൽ അവൾ എല്ലാ സമയത്തും ടോപ്പ് 5 റാങ്കിലൊക്കെ വരുമെന്ന് പറഞ്ഞ് ജാട കാണിക്കുമ്പോൾ ബീറ്റയാണ് ഭയങ്കര ദേഷ്യത്തി നീ ഞങ്ങളെ താഴ്ത്തി പറയണമെന്ന് പറഞ്ഞ് അവളോട് തർക്കിച്ചോണ്ടിരിക്കും. ഇത് കാണുന്ന യൂഹയാണ് ഇവൾക്ക് പുറയിരിക്കാൻ അത്രയ്ക്കും വെറുപ്പാണ്, എങ്കിൽ പിന്നെ അവന്റെ സീറ്റ് വന്ന് ഇരുന്നോളം പറയും. അപ്പോഴാണ് ഇത് കാണുന്ന സാറും ഒരു സാറ് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തോടെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം വഴക്കുണ്ടാക്കുമ്പോൾ യൂഹയാണ് സീറ്റല്ല മാറാൻ പോകുന്ന സാറെന്ന് പറഞ്ഞ് ഇതൊന്നും വലിയ വിഷയമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് സാറിനാണ് ദേഷ്യം വന്നിട്ട് എങ്കിൽ പിന്നെ ഇവൻ തന്നെ ഇവിടെ ഒന്ന് പഠിപ്പിച്ചോന്ന് പറഞ്ഞ് സാർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് ഇവിടെ സമാധാനത്തിൽ ഉറങ്ങി കിടക്കുന്ന ക്ലാസ് ടീച്ചറിനെ വിളിച്ച് ഉണർത്തിയിട്ട് ആദ്യന്റെ ക്ലാസ് പോയി നോക്കണം എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞിരിക്കുമ്പോൾ സാർ അവിടെ നോക്കുമ്പോൾ ഇവിടെ ബീറ്റയും മറ്റേ കൊച്ചും തമ്മി വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് സാർ അടുത്തേ ചെന്ന് ഇവരൊക്കെ എന്തോ കാണിക്കുന്ന പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് യൂഹയാണ് ഈ തവണ ഇരുത്തേക്കുന്ന സീറ്റ് അറേഞ്ച്മെന്റ് ഒന്നും പോരെന്നറിഞ്ഞ് സാറിനെ അത് മാറ്റാൻ വേണ്ടി പറയും. അത് കേൾക്കുന്ന സാറും പണ്ട് തൊട്ടേ ഉള്ള റൂൾസ് ആണെന്നറിഞ്ഞ് മാർക്ക് അനുസരിച്ച് ഇരുത്തോളം പറയുമ്പോൾ ഇതേക്കുന്ന യൂഹയും സാറിന് അങ്ങനത്തെ റൂൾസ് ഉണ്ടെങ്കിൽ എങ്കിൽ പിന്നെ നമുക്കൊരു ചലഞ്ച് നടത്താം, അത് ഞങ്ങൾ വിജയിക്കുവാണ് സാർ ഞങ്ങളുടെ ഇഷ്ടത്തിന് സീറ്റ് ഇരുത്തണം. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് സാറാണ് ഒരേ ശിവൻ തോറ്റ ഇവനിങ്ങനെ ഡിസിപ്ലിനില്ല ബിഹേവ് ചെയ്തതിന് ഒരാഴ്ച ഫുള്ളും ക്ലാസ് ഇരിക്കാതെ പുറച്ച് നിൽക്കണം എന്ന് പറയും. അപ്പോഴാണ് അവനും ഒരാഴ്ചയല്ലേ ഉള്ളെന്നറിഞ്ഞ് അവനതിനെ ഡീൽ ചെയ്യും. അങ്ങനെ അതോടെ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് എടുത്തിരിക്കുകയാണ്. ഈ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും താഴെ കമൻറ്റിൽ പറയുക. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടില്ല എന്നറിയത്തുള്ളൂ.